അടിമാലിയിലെ ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ സേനാംഗങ്ങളെ നിയോഗിക്കുവാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. 23ഓളം ജീവനക്കാർ ആവശ്യമായ സേനയിൽ നിലവിലുള്ളത് 12ഓളം ജീവനക്കാർ മാത്രമാണ്. കൂടുതൽ സേനാംഗങ്ങൾ യൂണിറ്റിന്റെ ഭാഗമായാൽ ടൗണിലെ ട്രാഫിക് നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നാണ് പ്രതീക്ഷ. അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. നിലവിൽ 2 ഗ്രേഡ് എസ്ഐമാരുൾപ്പെടെ 12 പേരാണ് യൂണിറ്റിൽ ജീവനക്കാരായുള്ളത്. 4 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുണ്ട്. 15ഓളം പോലീസുകാർ വേണ്ടിടത്ത് നിലവിലുള്ളത് 8 പോലീസുകാരാണ്. അങ്ങനെ നോക്കിയാൽ 23 ജീവനക്കാർ വേണ്ടുന്ന യൂണിറ്റിൽ നിലവിലുള്ളത് 12ഓളം ജീവനക്കാർ മാത്രം. അടിമാലി സംബന്ധിച്ച് ഈ മേഖലയിലേക്കെല്ലാം പോകുന്ന ആളുകൾ അടിമാലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വലിയ ട്രാഫിക് കുരുക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. നോർമലായി തന്നെ ഗതാഗത കുരുക്ക് ഉണ്ടാകാനുള്ള പ്രദേശമാണ് അടിമാലി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് രൂക്ഷമാകാനാണ് സാധ്യത. അതിനെ നിയന്ത്രിക്കേണ്ട ട്രാഫിക് പോലീസ് യൂണിറ്റിൻ്റെ പോരായ്മ അടിമാലി വളരെ കൂടുതലാണ്. അറിഞ്ഞിടത്തോളം 23 ട്രാഫിക് പോലീസ് വേണ്ടിടത്ത് ഇപ്പോൾ 12 പേര് മാത്രമാണ് അടിമാലി സേനയിലുള്ളത്. അതുപോലെ പോലീസുകാരും 15 പോലീസുകാർ വേണ്ടിടത്ത് 8 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രധാനമായും സെൻട്രൽ ജംഗ്ഷനെ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡിനെ കേന്ദ്രീകരിച്ചുമാണ് ഈ ട്രാഫിക് പോലീസ് നിൽക്കുന്നത്. അതുമാത്രമല്ല, അമ്പലപ്പാടി ജംഗ്ഷൻ മുതൽ ഇവിടെ കല്ലാർകുട്ടി ജംഗ്ഷൻ വരെ വളരെ തിരക്കുണ്ടാകുന്ന പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ ഈ കല്ലാർകുട്ടി ഭാഗത്തേക്ക് ഈ യാക്കോബിറ്റ് പള്ളി വരെയുള്ള പ്രദേശം വലിയ തിരക്കുണ്ടാകുന്ന പ്രദേശമാണ്. ആ പ്രദേശങ്ങളിലേക്കും ഈ ട്രാഫിക് പോലീസിനെ നിയമിച്ചില്ലെങ്കിൽ വലിയ കുരുക്കുണ്ടാകും. അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെടേണ്ട ആളുകൾ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ അടിമാലിയിലേക്ക് ആവശ്യമായ ട്രാഫിക് പോലീസിനെ നിയമിച്ചുകൊണ്ട് കൂടുതൽ സേനാംഗങ്ങൾ യൂണിറ്റിന്റെ ഭാഗമായാൽ ടൗണിലെ ട്രാഫിക് നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നാണ് പ്രതീക്ഷ. നിലവിൽ സെൻട്രൽ ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിലുമായി 2 പോയിന്റുകളിൽ അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിൽ നിന്നും പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ തിരക്കേറിയ ടൗണിന്റെ വിവിധയിടങ്ങളിൽ പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിക്കാനാകും. ഓണക്കാലം എത്തുന്നതോടെ ടൗണിൽ ഇനിയും തിരക്കേറാനുള്ള സാധ്യതയുമുണ്ട്. ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ പോലീസുകാരെത്തിയാൽ ടൗണിലെ ഗതാഗത നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കാം. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഓണം വരുന്നേ! ഈ ഓണത്തിന് പാം എലഗന്റയിൽ ഓഫറുകളുടെ മഹാത്ഭുതം. പാം എലഗന്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫറുമായി ബന്ധപ്പെട്ട് 20 രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഓഫർ ഐറ്റംസ് 1,00,000 സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ്. പാം എലഗന്റെ, രാമപുരം റോഡ്, പാല.